ഒന്നിൽ ആര്യൻ, സാബുമാൻ, അഭിലാഷ്, അക്ബർ ഇവർ 4 പേരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പാനി ശരത്ത് പോയതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയണം. അവൻ പുറത്തിറങ്ങി ബിസിയായി കാണും. ഇനാഗുറേഷനും കാര്യങ്ങളും ഒക്കെ അവന് കിട്ടി കാണും. അപ്പോൾ അവനങ്ങനെ അങ്ങ് ബിസിയായി കാണും. പിന്നെ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് കണ്ട് കാണുമായിരിക്കും. എന്നിട്ട് പറഞ്ഞു കാണും, ഓ ഇവൻ എന്നെ നോമിനേറ്റ് ചെയ്തല്ലോ. ഓരോ ആൾക്കാരും നോമിനേറ്റ് ചെയ്തതെല്ലാം വീഡിയോസ് പിന്നെ വീട്ടിൽ പോയിരുന്ന് കാണുമ്പോഴല്ലേ മനസ്സിലാവുന്നത് ആരൊക്കെ നമുക്കെതിരെ നമ്മളോട് എങ്ങനെ നിന്നു, എങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാ വീഡിയോസും എടുത്ത് നോക്കുമ്പം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഓപ്പോസിറ്റായിട്ട് നിന്ന ആരൊക്കെയാണെന്നുള്ളത്. ഇല്ലാവചനങ്ങൾ വീട്ടുകാരെ പറ്റിയിട്ടൊക്കെ പറയുന്നത് അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതൊക്കെയാണ് പ്രശ്നമാവുന്നതെന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയാണ് അതുകൊണ്ടാണ് അനുമോൾ ബാഡായത്. അക്ബറും പറയുന്നുണ്ട് അതെ അവളും അതുകൊണ്ടാണ് ബാഡായിരിക്കുന്നത്. പിന്നെ ഇനി ഒരിക്കലും ഞാൻ അവളോട് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യത്തില്ല. ആര്യൻ പറയുന്നുണ്ട് എനിക്കും അതാ പ്രശ്നം, ഗെയിമായിട്ട് കാണണം. അവൾ ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്തോട്ട് എനിക്ക് യോജിപ്പില്ല. ആര്യനും അക്ബറും ഒക്കെ വിചാരിച്ചിരിക്കുന്ന അനുമോൾക്ക് ഭയങ്കര ബാഡാണ് പുറത്ത് ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവുകൾ പനിയെപ്പറ്റി ആയാലും ആര്യനെ പറ്റിയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് അനുമോൾക്ക് എല്ലാവരും ഓപ്പോസിറ്റാണെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്കെല്ലാം അനുമോൾക്ക് എത്രമാത്രം സപ്പോർട്ടുണ്ടെന്നുള്ളത് പുറത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒന്നിൽ വേറെ ഡയലോഗുകളൊന്നും പറയുന്നില്ല. പക്ഷേ സാബുമാനും അഭിലാഷും ഇതെല്ലാം കേട്ടുകൊണ്ട് മാത്രം വരുന്നു.